الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أشرف مولود صلى الله وسلم على سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا. صدق الله مولانا العظيم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم لما دعا الله داعينا لطاعته بأكرم الرسل كنا أكرم الأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനികളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ കലാം ഖുർആൻ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ വളരെ പവിത്രമാക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫ്, അതിൻ്റെ ഒന്നാമത്തെ ആയത്ത് ഇന്നലെ നാം ഇവിടെ ആരംഭിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ് الذي أنزل على عبده الكتاب ولم يجعل له عوجا. ആ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള അൽഹംദുലില്ലാഹ് എന്ന പ്രയോഗത്തെ സംബന്ധിച്ച് വിശദമായി അല്പസമയം നമ്മൾ ഇന്നലെ സംസാരിച്ചു. അല്ലാഹുവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് എന്താണ് ഇവിടെ പറയാൻ പോകുന്ന കാര്യം? അല്ലദീ അൻസല അലാ അബ്ദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നു. അല്ലാഹു ഇവിടെ ഖുർആനിനെ ഇറക്കിയത്
ലോകത്തിന് മുഴുവനും മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയാണ്. മുൻഗാമികളായ ധാരാളം അമ്പിയാക്കൾ, പ്രവാചകന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകൾ നൽകിയിട്ടില്ല. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ശരീഅത്തും നൽകിയിട്ടില്ല. എന്നാൽ അല്ലാഹു അവൻ പ്രത്യേകം തെരഞ്ഞെടുത്ത അംബിയാ മുർസലുകളിൽ നിന്ന് പ്രത്യേകമായി സെലക്ട് ചെയ്ത ആളുകൾക്ക് അല്ലാഹു തആല കിതാബുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആ കിതാബുകളിലെല്ലാം വിശ്വസിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചതാണല്ലോ. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد منهم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലോകത്ത് പറഞ്ഞയച്ച എല്ലാ നബിമാരിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടവരും അന്ത്യപ്രവാചകരുമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് നാം. എന്നാൽ അത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല മറ്റ് ഉമ്മത്തുകൾക്ക് നൽകാത്ത വലിയ ഭാഗ്യമാണ് നമുക്ക് നൽകിയത്. പക്ഷേ അതുകൊണ്ട് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളെ ആരെയും നാം നിഷേധിച്ചിട്ടില്ല. ഒരു നബിമാരെയും നമ്മൾ ചെറുതാക്കിയിട്ടില്ല. ഓരോരുത്തർക്കും അല്ലാഹു തആല നൽകിയ സ്ഥാനങ്ങളെ നാം വകവെച്ചു നൽകുന്നു. അതിനെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന അതേ രീതിയിലാണ് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാവരും എല്ലാ മുഅ്മിനീങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത്. ആ കിതാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട കിതാബാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിനെ അല്ലാഹു തആല ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഗ്രന്ഥത്തെ അല്ലാഹു തആല ഇറക്കിയത് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിക്ക് തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിങ്ങൾ നോക്കൂ, അൻസല അലാ അബ്ദിഹി, അല്ലാഹു തആല ഈ ഖുർആൻ ഇറക്കി തന്റെ അടിമയുടെ മേൽ. ആരാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഇവിടെ വ്യക്തമായിട്ട് അല്ലാഹു തആല പരാമർശിച്ചിട്ടില്ല. അലാ അബ്ദിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് അല്ലെങ്കിൽ റസൂൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകരുടെ വ്യക്തമായ നിലയിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പേര് ഇവിടെ അല്ലാഹു തആല പ്രയോഗിച്ചിട്ടില്ല. അതിന്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഒരു ആദരവ്, ബഹുമാനം ലോകത്ത് കൽപ്പിക്കപ്പെടണം എന്നതുകൊണ്ടാണ് അല്ലാഹു തആല തന്നിലേക്ക് ചേർത്ത് പറഞ്ഞിട്ട് അലാ അബ്ദിഹി, തന്റെ അടിമയുടെ മേൽ അല്ലാഹു തആല ഇറക്കി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അത് മനസ്സിലാക്കി. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കളെ പലരെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേരുകൾ പറയുമ്പോൾ അബ്ദ് എന്നും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് ചേർത്ത് വെച്ചുകൊണ്ട് അബ്ദഹു സക്കരിയ പരിശുദ്ധ ഖുർആനിൽ കാണാം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാമർശിച്ചു. അബ്ദഹു സക്കരിയ.
പേര് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. അല്ലാഹുവും അല്ലാഹുവിന്റെ ഹബീബും തമ്മിലുള്ള ആ ബന്ധമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുപ്പമുള്ളത്, ലോകത്ത് എല്ലാ നബിമാരെക്കാളും എല്ലാവരെക്കാളും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണല്ലോ. അതുകൊണ്ടല്ലേ അല്ലാഹു തആല ഒരു പ്രവാചകനും നൽകാത്ത മഹത്വം ഇസ്റാ മിഅ്റാജിലൂടെ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് എത്തിച്ചേരാൻ 7 ആകാശങ്ങളും കടന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് നടത്തിയില്ലേ? ഇസ്റാ യാത്ര പോയില്ലേ? അതിനെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത് എങ്ങനെയാണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അല്ലാഹു തആല രാത്രിയിൽ യാത്ര നടത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അവിടുന്ന് 7 ആകാശങ്ങളും കടന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല കൊണ്ടുപോയില്ലേ? അവിടെയും അല്ലാഹു പ്രയോഗിച്ചത് ബിഅബ്ദിഹി, അല്ലാഹുവിന്റെ അടിമ. അപ്പോൾ അത് അല്ലാഹുവും പ്രവാചകരും തമ്മിലുള്ള ആ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മളും അല്ലാഹുവിന്റെ അടിമകളാണ്. പക്ഷേ അല്ലാഹുവിന്റെ അടിമകളാണെന്ന് നമ്മൾ പറയുമ്പോ ആ അടിമത്വത്തെ പൂർണ്ണമായി നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ, ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ ഒന്നും ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല, ഒരു കാര്യവും ഇവിടെ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ നിർദ്ദേശമില്ലാതെ ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് കൊണ്ടുവന്നിട്ടില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം മനസ്സിൽ തോന്നിയത് അവിടുത്തെ മനസ്സിലേക്ക് അല്ലാഹു തോന്നിപ്പിച്ചാലല്ലാതെ ഒന്നും തോന്നുകയില്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കാര്യവും സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. എല്ലാം വ്യക്തമായ വഹി, അല്ലാഹു തആല ഇറക്കി കൊടുത്ത വഹി പ്രകാരമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുമേ പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടുന്ന് അല്ലാഹുവിന്റെ അടിമയാണ് എന്ന് പറയുമ്പോ പൂർണ്ണമായ അർത്ഥത്തിൽ, അക്ഷരാർത്ഥത്തിൽ അടിമ തന്നെ. മറ്റുള്ള മനുഷ്യരെ പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനല്ല. അല്ലാഹുവിന്റെ അടിമ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളും അല്ലാഹുവിന്റെ അടിമകളല്ലേ. എന്നാൽ യഥാർത്ഥ അടിമകളാണോ? അല്ലാഹു പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തുമ്പോ രാവിലെ മുതൽ രാത്രി വരെ, ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോ അല്ലാഹു തആല പറഞ്ഞത് അംഗീകരിച്ച് പൂർണ്ണമായി നമ്മൾ ജീവിച്ചിട്ടുണ്ടോ? ആർക്കാണ് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയാ? ആർക്കാണ് നമുക്ക് നമ്മളിൽ ആർക്കാണ് ഉറപ്പ് പറയാൻ കഴിയുക? എന്നാൽ ലോക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ,
പറഞ്ഞില്ലേ, ഞാനാണ് ഈ ലോകത്ത് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയന്ന് ജീവിച്ചത്. അന അഖ്ശാകും ബില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയന്ന് ജീവിച്ചത് ഞാനാണ്. അന അത്ഖാകും ബില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും തഖ്വ ചെയ്യുന്നവർ ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ലാഹു തആല കൽപ്പിച്ചത് മുഴുവനും ജീവിതത്തിൽ എടുക്കണം, അല്ലാഹു വിരോധിച്ചത് മുഴുവനും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഒരു കാര്യം പോലും അല്ലാഹു തആല പറഞ്ഞതിനെതിരായിട്ട് വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ലോകത്ത് കഴിഞ്ഞു പോയൊരു പ്രവാചകനോ അവരുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ പോലും അല്ലാഹു ഇഷ്ടപ്പെടാത്തത് ഒരു കാര്യവും ചെയ്തിട്ടില്ല. നിങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന പല ആളുകളും ഉണ്ട്. ബിദ്അത്തിന്റെ ആളുകൾ, പുത്തൻവാദികൾ, വഹാബികൾ, മൗദൂദികൾ, തബ്ലീഗ്, ഖാദിയാനികൾ, സുന്നികളല്ലാത്ത എല്ലാ വിഭാഗം ആളുകളും അവരുടെ പുസ്തകങ്ങളിലും പ്രഭാഷണങ്ങളിലുമെല്ലാം എഴുതി വെച്ച കാര്യമാണ് മുഹമ്മദ് നബി സാധാരണക്കാരനാണ്. അല്ലാഹു അവരെല്ലാം നന്നാക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, സാധാരണക്കാരനല്ല എന്നാണ് പറയുന്നത്. എല്ലാ പള്ളികളിൽ നിന്നും ബാങ്ക് വിളിക്കുന്നു. ലോകത്ത് ബാങ്ക് വിളി നടക്കാത്ത ഒരു സമയം കഴിഞ്ഞു പോകുന്നില്ല. ഇവിടെ 6:39 മഗ്രിബ് ബാങ്ക് എങ്കിൽ ഉദയാസ്തമയം വ്യത്യാസപ്പെടുന്ന മറ്റിടങ്ങളിൽ മഗ്രിബിന്റെ ബാങ്കിന്റെ സമയവും വ്യത്യാസപ്പെടുന്നു. അതിനനുസരിച്ച് അസറിന്റെ സമയം വ്യത്യാസപ്പെടുന്നു. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ യാത്ര പോകുമ്പോ കാസർഗോഡ്, മംഗലാപുരം കഴിഞ്ഞിങ്ങനെ അങ്ങനെ പോകുമ്പോ ചെറിയ മിനിറ്റുകൾക്ക് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ലോകത്ത് എല്ലായിടത്തും ഒരേ സമയത്തല്ല ഒരു ബാങ്ക്, വ്യത്യസ്ത മഗ്രിബിന്റെ വ്യത്യസ്ത സമയങ്ങളിൽ. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ രാവിലെ 11 മണിയാണെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് രാത്രി 11 മണിയുള്ള സ്ഥലം ഉണ്ട്. കാരണം സൂര്യന്റെ ചലനം അങ്ങനെയാണ്, ഭൂമിയുടെ ചലനം അങ്ങനെയാണ്, ഇതിന്റെ എല്ലാം സംവിധാനം അങ്ങനെയാണ്. ഉദയാസ്തമയങ്ങളിൽ വ്യത്യാസമുണ്ട്, അപ്പൊ ബാങ്കിന്റെ സമയങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി ചിന്തിച്ചു നോക്കിയാൽ ഓരോ നിമിഷങ്ങളിലും ലോകത്ത് ബാങ്ക് നടക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം വിളിച്ചു പറയുന്നുണ്ട്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനല്ല, അല്ലാഹുവിന്റെ റസൂലാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരൻ എന്ന് പറയാൻ കഴിയുക? അല്ലാഹു തന്റെ അടിമയാണ് എന്ന് പറയുമ്പോൾ നമ്മളും നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരുപോലെയാണെന്ന് നമ്മൾ ധരിക്കരുത്. ആ അടിമത്തത്തെ സമ്പൂർണ്ണമാക്കിയവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നുബുവത്ത് നൽകുന്നത് 40-ാമത്തെ വയസ്സിലാണ്. പക്ഷേ 40-ാമത്തെ വയസ്സ് എത്തുന്നതിന്റെ മുമ്പും അവിടുന്ന് മക്കയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ. ആ ജീവിതകാലം മുഴുവനും
അല്ലാഹുവിൽ ഖൽബ് തിരിച്ചവരായിരുന്നു എന്ന് നമുക്ക് കാണാം. അന്നത്തെ ജനങ്ങൾ ജാഹിലിയത്തിലാണ്, അന്ധകാരത്തിലാണ്. ആ ചരിത്രത്തെ ലോകത്തെ രേഖപ്പെടുത്തിയത് ഡാർക്ക് ഏജ്, അന്ധകാരം. നിയമങ്ങളോ അല്ലെങ്കിൽ ഒന്നുമോ ഇല്ലാത്ത ഒരു വല്ലാത്ത കാലം, കൊള്ളയുടെയും കൊലപാതകത്തിന്റെയും അരാജകത്വത്തിന്റെയും ഒരു കാലം. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത്. ഒരു കളവ് പോലും പറയാതെ 40 വയസ്സിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് എന്ന് പറഞ്ഞാൽ എത്ര കാലം ജീവിച്ചു? നുബുവത്ത് കിട്ടിയത് 40ാമത്തെ വയസ്സിലാണ്, വഫാത്താകുന്നത് 63ാമത്തെ വയസ്സിലാണ്. 23 കൊല്ലമാണ് നുബുവത്തിന് ശേഷം ജീവിച്ചിട്ടുള്ളത്, വഹി വന്നതിന് ശേഷം ജീവിച്ചിട്ടുള്ളത്. എന്നാൽ അതിന്റെ മുമ്പുള്ള 40 കൊല്ലം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം അന്നത്തെ ആളുകൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അന്ന് ജനങ്ങളെല്ലാം ഏർപ്പെട്ടിരുന്ന തോന്നിവാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏർപ്പെട്ടിരുന്നോ? ഇല്ലല്ലോ. ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് മക്കക്കാർ, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ആളുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് വെച്ചു അൽ അമീൻ. സമ്പൂർണമായി സത്യം പറയുന്ന ആൾ, ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല, ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും ഒരു അന്യായം പ്രവർത്തിച്ചിട്ടില്ല, അതേസമയം പ്രവാചകനായിട്ട് രംഗത്ത് വന്നിട്ടില്ല. കാലത്തും അതേ ജീവിതം തന്നെയാണ്. അപ്പോൾ അവിടുന്ന് മുഴുസമയവും അബ്ദ് തന്നെ, അല്ലാഹുവിൽ ഇബാദത്തിലായി ജീവിച്ചു. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറായിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ ഇറക്കി എന്നല്ലേ? ആ ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങിയ വചനം ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ പരിശുദ്ധമായ വചനം ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ടാണ്. ജബലുൻ നൂർ എന്ന് അറിയപ്പെടുന്ന പർവ്വത നിരകൾ, സുബ്ഹാനല്ലാഹ്, ആ പർവ്വതങ്ങൾ കയറാൻ എത്ര സമയം വേണം? 2 മണിക്കൂറോളം എടുത്തിട്ടാണ് ആ പർവ്വതം ഞങ്ങൾ കയറിയിട്ടുള്ളത്. ഉംറക്ക് പോയ സമയത്ത് 2 മണിക്കൂർ എടുത്ത് നടന്നിട്ടാണ് കയറിയിട്ടുള്ളത്. അതിന്റെ മുകളിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ട് ഈ നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ എത്രയോ ദിവസങ്ങൾ ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറി ജനങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് ആ ഗുഹയുടെ ഉള്ളിൽ ഏകാന്തനായി ഇരുന്ന് അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചിരിക്കുകയായിരുന്നു. വഹി കിട്ടിയിട്ടില്ല, ഒരു നിർദ്ദേശവും വന്നിട്ടില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ സമയം ജനങ്ങളിൽ നിന്ന് മാറിയിട്ട് ഏകാന്തനായി ധ്യാനത്തിലിരിക്കുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ പർവ്വത നിരകൾ കയറിയിട്ടാണ് ദിവസവും 2 നേരം അതിലധികവും ബഹുമഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. ഇന്ന് അവിടെ ആ മല കയറാൻ പ്രത്യേകമായ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പുരോഗമിച്ചു. അതിന്റെ ഏകദേശം അടുത്ത് വരെ വാഹനം എത്തുന്ന റൂട്ട് വേറെ തന്നെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. എന്നാൽ പണ്ട് അങ്ങനെയല്ല. കല്ലുകളും മുള്ളുകളും നേരെ കുത്തനെയുള്ള നിലയിലുള്ള മല, ആ മല
കയറാനും അതിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാനും എത്ര പ്രയാസമുണ്ട്. ഇന്ന് തന്നെ അവിടുന്ന് ഇരുന്ന് ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എത്ര പ്രയാസപ്പെടുന്നുണ്ട്. എത്രയോ ആളുകൾ ഇറങ്ങാൻ കഴിയാതെ തിരിച്ച് താഴോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നവരുമുണ്ട്. ഞാൻ തന്നെ വിചാരിച്ചു എന്റെ കൈ പൊട്ടിപ്പോവുകയാണ്. കൈ ഇങ്ങനെ കുത്തിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോ കൈ പൊട്ടിപ്പോയി എന്ന് ഞാൻ വിചാരിച്ചു ഒരു ഘട്ടത്തിൽ. അത്രയും പ്രയാസപ്പെട്ട ഒരു മനുഷ്യന് എങ്ങനെ അതിലേക്ക് ഇറങ്ങിപ്പോവാൻ കഴിയും? എങ്ങനെയായിരിക്കും ആ കാലഘട്ടത്തിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്തിയത്? വലിയ അത്ഭുതമാണ്. ആ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നേരെ കാണാം കഅബാലയം കാണാം. ഇന്ന് ബിൽഡിങ്ങുകളും മറ്റും വന്നു പോയത് കൊണ്ട് അതിന്റെ ആ പൊസിഷൻ കാണാം. എന്നാൽ അന്ന് നേരെ കഅബാലയം കാണാം. ആ വിശുദ്ധമായ ഗേഹം അവ്വലു ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്ക, പരിശുദ്ധ മക്കയിൽ അല്ലാഹു തആല സ്ഥാപിച്ച ലോകത്തെ ഒന്നാമത്തെ വീടാകുന്ന കഅബാലയത്തെ നോക്കിയിരുന്നു കൊണ്ട് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇബാദത്തിലായി ഇരുന്ന നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനല്ല. നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ വലിയ മഹത്വമുള്ള നേതാവായിരുന്നല്ലോ. അവിടുന്ന് ഒരു കളവ് പറഞ്ഞിട്ടില്ല, ഒരു ചീത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സംരക്ഷണം നൽകി. ഓരോ ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ശരീരത്തെയും അവിടുത്തെ ആത്മാവിനെയും എല്ലാം സുഡം ചെയ്തെടുത്തു. അങ്ങനെയുള്ള അബ്ദാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഈ ബിദ്അത്തിന്റെ ആളുകൾ ചിലപ്പോൾ പറയും, ഖുർആനിലില്ലേ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. നമ്മൾ സൂറത്തുൽ കഹ്ഫാണ് ഇവിടെ പഠിക്കുന്നത്. അതിന്റെ അവസാനത്തിലുണ്ട് ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിശ്ചയം നിങ്ങളെ പോലെയുള്ള, മുജാഹിദുകൾ അർത്ഥം വെക്കും നിങ്ങളെ പോലെയുള്ള സാധാരണ മനുഷ്യനാണ്. അല്ല, അല്ലാഹു തആല പറഞ്ഞത് അങ്ങനെയല്ല. ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളെ പോലെ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യ വംശത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ സാധാരണ മനുഷ്യരല്ല. അങ്ങനെയെങ്കിൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. സാധാരണ മനുഷ്യനല്ല, അസാധാരണത്വമുള്ള മനുഷ്യരാണ്. പക്ഷെ നിങ്ങൾക്കിടയിൽ നിന്നാണ് അല്ലാഹു തആല എന്നെയും സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യരിലൂടെയാണ് അല്ലാഹു തആല എന്നെയും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മലക്കോ അല്ലെങ്കിൽ ജിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൃഷ്ടിയോ ആയിട്ടല്ല ഒരു പ്രവാചകനെയും അല്ലാഹു തആല ജനങ്ങൾക്കിടയിലേക്ക് അയച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ജീവിതമൊക്കെ മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ വരുന്ന രൂപത്തിലാണ് അല്ലാഹു തആല എല്ലാ പ്രവാചകന്മാരെയും അയച്ചത്. ആ വിഷയമാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് അതാ ഖുർആനിലുണ്ട് മുഹമ്മദ് നബി സാധാരണക്കാരനാണ്. ഇന്നമാ അന ബശറും മിസ്ലുക്കും. അങ്ങനെ വിവരമില്ലാത്ത ആളുകൾ പറയും. എന്നാൽ അതിന്റെ ശേഷം തന്നെ അല്ലാഹു പറയുന്നുണ്ട് ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള അസാധാരണത്വമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് മലക്കാണെന്നോ ജിന്നാണെന്നോ വേറെ ഇലാഹാണെന്നോ ഒന്നും നിങ്ങൾ പറയണ്ട. ഞാൻ മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണ്, പക്ഷേ സാധാരണക്കാരനല്ല. യൂഹാ ഇലയ്യ, എന്നിലേക്ക് അല്ലാഹുവിന്റെ വഹി നൽകപ്പെടുന്നുണ്ട്. നമുക്കാർക്കെങ്കിലും അല്ലാഹുവിന്റെ വഹി കിട്ടുന്നുണ്ടോ? രാവിലെ ഇപ്പൊ ഒരു 2 വഹി കിട്ടി. മുജാഹിദിന്റെ ഓഫീസിൽ നിന്ന് ഏതെങ്കിലും മൗലവി പറയോ ഇന്ന് നേരം വെളുത്തപ്പോ പിന്നെ ജിബ്രീൽ വന്ന് 2 കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയോ? ഒരാൾക്കും പറയാൻ ധൈര്യമില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി അവസാനിച്ചിരിക്കുന്നു.
അപ്പോൾ വിവരമില്ലാത്ത ആളുകൾ ദീൻ പറയാൻ മുന്നോട്ട് വരുമ്പോ നമ്മൾ ശരിക്ക് ജാഗരൂകരാകണം. ഇന്ന് അങ്ങനെ ഒരു ഘട്ടമാണ് നമ്മൾ കാണുന്നത്. വിവരമില്ലാത്ത പലരും യൂട്യൂബിലൂടെയും മറ്റു ഫേസ്ബുക്കിലൂടെയും മറ്റുമൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ മുൻഗാമികൾ അവര് പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. മുതഅല്ലിമീങ്ങളാകുന്ന നമ്മൾ പറയുന്നത്, നമ്മുടെ ആലിമീങ്ങളാകുന്ന നമ്മുടെ ഉസ്താദുമാര് പറയുന്നത്. എന്നാൽ ചില ആളുകൾ കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ച് നല്ല സാഹിത്യത്തിൽ ഇങ്ങനെ പ്രസംഗിക്കാനൊക്കെ പഠിച്ചു വരുമ്പോ തുടങ്ങും യൂട്യൂബിലും അല്ലാതെയും ഒക്കെ മോട്ടിവേഷൻ ക്ലാസ്, സൈക്കോളജി ക്ലാസ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ആളുകൾ രംഗത്ത് വന്ന് അപ്പൊ അത് നമ്മളെ സുന്നികളായ ആളുകളും കൂടി അതിങ്ങ് ഏറ്റുപിടിച്ച് നല്ല പ്രസംഗമല്ലേ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടെന്താ, അതല്ലേ കേൾക്കണ്ടേ, അതല്ലേ അത് കേൾക്കണ്ട പ്രസംഗം. എന്ത് കേൾക്കണ്ടേ? അത് കുറെ പുസ്തകം വായിച്ച് മലയാളത്തിൽ കുറെ സാഹിത്യം പഠിച്ചിട്ട് നന്നായിട്ട് അങ്ങ് അവതരിപ്പിക്കും. അപ്പൊ ആളുകൾ ആകർഷിച്ചു പോകും. പക്ഷെ പറയുന്നത് പിന്നീട് പറയുന്ന ആശയം എന്താണ്? തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ്. അങ്ങനെയാണ് ഇപ്പൊ അടുത്ത് ഒരു മൗലവി പെട്ടുപോയത്. പേരോട് ഉസ്താദിന്റെ ഗംഭീരമായ മറുപടി അദ്ദേഹത്തിന് കിട്ടിയപ്പോ അദ്ദേഹം ഇപ്പൊ കാര്യങ്ങൾ പഠിച്ചു. അദ്ദേഹം നന്നായി പ്രസംഗിക്കും, നല്ല സ്ഫുടമായ ഭാഷയിൽ, സാഹിത്യ സമ്പുഷ്ടമായ ഭാഷയിൽ ആളുകൾ ആകർഷിച്ച് പ്രസംഗിക്കും. പക്ഷെ അയാള് ലാസ്റ്റ് പ്രസംഗിച്ചിട്ട് പറഞ്ഞ വെറും പൊട്ടത്തരായിപ്പോയി. എന്താ? സകാത്ത് സംഘടിതമായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ, ഫർളായ കാര്യങ്ങളൊക്കെ സംഘടിതമായിട്ടേ പറ്റൂ എന്ന് പറഞ്ഞു പോയി. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു ആശയം ഇല്ലല്ലോ. സകാത്ത് എന്ന ഫർള് ഐനാണ്, അത് ഓരോരുത്തരും കൊടുക്കേണ്ടതാണ്. ഇപ്പൊ ഇന്നലെ നമ്മുടെ ദർസിന് വേണ്ടിയുള്ള ഒരു ദിവസത്തെ ചെലവ് 6000 രൂപ. അതിനുവേണ്ടി പല ആളുകളോടും നമ്മൾ വാട്സപ്പിലൂടെയും മറ്റുമായി ആവശ്യപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാ, കുറെ ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു, ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം ഈ സദസ്സിൽ നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു അവരുടെ എല്ലാം ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ആ നിലയിൽ ഇന്നലെ ഒരു സഹോദരൻ അദ്ദേഹം ഒരു ദിവസം ചെലവ് 6000 രൂപ ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, സക്കാത്തിന്റെ പൈസ ഉണ്ട്, അത് നിങ്ങൾക്ക് തരട്ടെ. സക്കാത്തിന്റെ പൈസ ഉണ്ട്, സ്ഥാപനത്തിലേക്ക് തരട്ടെ. തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റൂല. അത് നിങ്ങൾ അർഹതപ്പെട്ട പാവങ്ങളെ കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കണം. നമ്മൾ സക്കാത്തിന്റെ പൈസ ഇവരെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റ് മുജാഹിദിന്റെയും ഈ സക്കാത്ത് പിരിച്ചെടുത്തിട്ട് മാധ്യമം നടത്താനും മീഡിയ വണ്ണ് നടത്താനും പത്രങ്ങൾ നടത്താനും അതുപോലെ സംഘടനാ പ്രവർത്തനം നടത്താനൊക്കെ ആളുകളെ സക്കാത്ത് പൈസ വാങ്ങിയിട്ടാണ്. എന്നിട്ട് നമ്മളെ ഉസ്താദുമാരിങ്ങനെ പിരിവെടുക്കാൻ പറയുക, മൗലവിമാരിങ്ങനെ പിരിവെടുക്കുന്നത്. തങ്ങൾ ഉസ്താദ് കുറ്റാടിന്ന് പ്രസംഗിച്ചത് നമ്മൾ കേട്ടു. എന്താ? സക്കാത്ത്, സംഘടിത സക്കാത്ത് എങ്ങാനും ഇവിടെ ഹലാലായിരുന്നുവെങ്കിൽ നമ്മളിങ്ങനെ പിരിവെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരോടും പറഞ്ഞാൽ പോരെ, സക്കാത്ത് ഫണ്ടിങ് അയച്ചോ എന്ന് പറഞ്ഞാൽ പോരെ, നമുക്ക് എന്തെല്ലാം സുഖമല്ല, എത്ര പിരിവെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഉസ്താദുമാര് പിരിവെടുക്കുമ്പോൾ ആ പിരിവിനെ ഇൻസൾട്ട് ചെയ്യുന്ന ഈ ഭൂലോക എന്താ പറയാ, നോമ്പായതുകൊണ്ട് പറഞ്ഞൂടാ, ആളുകളെ പറ്റിക്കുന്ന ഭൂലോക വഞ്ചകന്മാരായ ഈ വിദഴികൾ ജനങ്ങളെ സക്കാത്ത് മുഴുവൻ പിരിച്ചെടുക്കാണ്. ഇപ്പോഴല്ലേ ഓരോന്ന് പുറത്തു വരുന്നത്. കാരണം അവരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൂടുതൽ കിട്ടാത്ത ആൾക്കാർ തമ്മിൽ തെറ്റിപ്പോയപ്പോ പുറത്തു പറയാൻ തുടങ്ങി. സക്കാത്ത് കുറച്ച് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അതിന്റെ പലിശ ഇത്രയാണ്, അതുപോലെ കഴിഞ്ഞ വർഷത്തെ ബാക്കി ഇത്രയാണ്. അങ്ങനെ ബാക്കി വരിക. ഒരാളെ സക്കാത്ത് ആ സമയത്ത് കൊടുത്തു തീർക്കേണ്ട, അതെങ്ങനെ ബാക്കി വരിക? അപ്പൊ അങ്ങനെ വിവരമില്ലാത്ത ആളുകൾ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അത്തരം ആളുകളാണ് ഇസ്ലാമിൽ നിന്ന് അകന്നുപോയി ജനങ്ങളെ അതിൽ നിന്ന് അകറ്റിക്കളയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം അല്ലോ, അത് ഏറ്റവും വലിയ വിശ്വാസമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനല്ല.
അവിടുന്ന് അസാധാരണത്വമുള്ള അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. എന്നാൽ അല്ലാഹു തആല അവിടുത്തെ മഹത്വപ്പെടുത്തിയിട്ട് പറഞ്ഞ കാര്യം അവിടുന്ന് അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുവിന്റെ അടിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർണമായി അല്ലാഹുവിനെ കീഴ്പ്പെട്ടു. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കീഴ്പ്പെട്ടു. നിങ്ങൾ നോക്ക്, അവിടുന്ന് തന്നെ പറഞ്ഞില്ലേ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ. തീർച്ചയായും എനിക്ക് ഒരു കല്ലിനെ അറിയാം. ആ കല്ല് എനിക്ക് സലാം പറയാറുണ്ടായിരുന്നു. കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ. ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ എനിക്ക് സലാം പറയുന്ന കല്ലുകളെ എനിക്കറിയാം. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണിത്. ഏതെങ്കിലും മൗലവിമാര്, മുജാഹിദിന്റെയോ ജമാഅത്തിന്റെയോ മൗലവിമാര് നടന്നു പോകുമ്പോൾ ഏതെങ്കിലും കല്ല് സലാം പറയുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ കഴിയും അങ്ങനെ ഒരു കല്ല് സലാം പറയുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്ലുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ മകനാണ്. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി നമ്മൾ ചൊല്ലും അല്ലേ? എന്നാൽ സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്, ഇസ്ലാമിലേക്ക് കടന്നു. അബൂജഹൽ ഇതെല്ലാം കണ്ടിട്ടും അംഗീകരിച്ചില്ല, പിഴച്ചുപോയി. മകൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇക്രിമ റളിയല്ലാഹു അൻഹു ദീനിലേക്ക് കടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയാണ്, എന്റെ ഈമാൻ ഒന്ന് ഉറച്ചു കിട്ടാൻ ഒരു ദൃഷ്ടാന്തം, ഒരു അലാമത്ത് കാണിച്ചു തരണം. എന്താണ് കാണിക്കേണ്ടത്? അങ്ങ് അകലെയുള്ള ഒരു കല്ലിനെ അങ്ങ് ഇങ്ങോട്ട് വിളിക്കണം. ഫദ്ഉ ദാലികൽ ഹജറാ. ആ കല്ലിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കല്ലിനെ വിളിക്കേണ്ടി വന്നിട്ടില്ല. ഫഅശാറ, അവിടുന്ന് ഇശാറത്ത് കൊടുത്തു, സൂചന കൊടുത്തു, കല്ലിനോട് വരാൻ പറഞ്ഞു. ആ കല്ല് ഫൻഖലഅ ദാലികൽ ഹജറു, ആ ഉള്ള സ്ഥാനത്ത് നിന്ന് ഇളകിയിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോരാ, ഈ കല്ല് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതുപോലെ തിരിച്ച് അങ്ങോട്ടും പോകണം, വന്നതുപോലെ തിരിച്ച് അങ്ങോട്ടും പോകണം. കുടുങ്ങിപ്പോകുമെന്ന് വിചാരിക്കോ? ഇല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കല്ലിന് വീണ്ടും ഇശാറത്ത് കൊടുക്കുകയാണ്. ആ കല്ല് വന്നതുപോലെ തിരിച്ചു പോവുകയാണ്. ആ കല്ലുകൾക്കറിയാം ഇതാരാണ്? ലോകത്തിന്റെ മുഴുവനും നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മരങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തണൽ വിരിച്ചു കൊടുക്കാൻ വേണ്ടി മരങ്ങൾ നടന്നു വന്ന സംഭവം ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു ബുറുദയിൽ പറഞ്ഞിട്ടില്ലേ? ജാഅത് ലിദഅവതിഹി അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. നടക്കാൻ കാലുകളില്ലാത്ത മരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോൾ അതിന്റെ ആ തണ്ടിൽ, അതിന്റെ ആ തടിയിൽ തന്നെ നടന്നിട്ട് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നില്ലേ? അപ്പൊ ഇതെന്താ? ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അറിയാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനല്ല എന്ന്.
ഗാർ സൗർ ഗുഹയിൽ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. നേരെ മേലെ ശത്രുക്കൾ വന്ന് നിൽക്കുകയാണ്, വലിയ ആയുധങ്ങളുമായിട്ട് കൊന്നുകളയാൻ. നബിയെ, അവര് നമ്മളെ കാണുമോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചിരിക്കുമ്പോൾ ആ ശത്രുക്കള് ഗുഹയുടെ താഴോട്ട് ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ ആളെ കാണും. പക്ഷേ ആളെ കാണാതിരിക്കാൻ പൊടുന്നനവേ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ആ ഗുഹാമുഖത്ത് വന്നിട്ട് ചിലന്തികൾ വലയിട്ടു. അവിടെ വല വിരിച്ചു. ചിലന്തി വന്നിട്ട് മുഴുവനായും വല വിരിച്ചു. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ കാണൂല എന്ന് മാത്രമല്ല, അവിടെ മാടപ്രാവ് വന്നിട്ട് കൂടുകെട്ടി. പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാടപ്രാവ് വന്ന് കൂടുകെട്ടിയിട്ട് അവിടെ മുട്ടയിട്ട് അടയിരുന്നു. അപ്പൊ ഇവര് നോക്കുമ്പോ പ്രാവുകൾ കൂടുകെട്ടിയ സ്ഥലം, ചിലന്തി വല വിരിച്ച സ്ഥലം, ഇതിന്റെ ഉള്ളിലൊന്നും ആരും കടന്നു പോകാൻ സാധ്യതയില്ല. അല്ലാഹു തആല ആ പ്രാവുകൾക്കും ആ ചിലന്തികൾക്കുമൊക്കെ പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തു. അവർക്ക് മനസ്സിലായി ഈ ഗുഹയുടെ ഉള്ളിലുള്ളത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. ظن الحمام وظن العنكبوت على خير البرية لم تنسج ولم تحمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അങ്ങനെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കീഴ്പ്പെട്ടിട്ടുള്ള പ്രാവുകൾ, ചിലന്തികൾ, പാമ്പുകൾ, മൃഗങ്ങൾ, ഒട്ടകങ്ങൾ, ഇങ്ങനെ എത്ര ചരിത്രങ്ങളുണ്ട്. ഞാൻ ആ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്തുകൊണ്ട്? ഇത് സാധാരണക്കാരനല്ല, അസാധാരണത്വമുള്ള ആളാണ്. അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഏറ്റവും വലിയ മഹത്വം എന്താണ്? അത് അല്ലാഹു തആല തന്നെ പറഞ്ഞു. അലാ അബ്ദിഹി, തന്റെ അടിമ. നിങ്ങൾ നോക്ക്, ഖുർആൻ ഇറങ്ങാന്നുള്ളത് വലിയൊരു സംഭവമല്ലേ? ഖുർആൻ ഇറങ്ങാന്നുള്ളത് വലിയൊരു സംഭവമാണത്. ആ സംഭവം പറയുമ്പോൾ പ്രയോഗിച്ചത് അലാ അബ്ദിഹി, തന്റെ അടിമ. അപ്പൊ അത് വലിയ സ്ഥാനമായതുകൊണ്ടാണ്. ഇസ്രാ മിഅ്റാജ് കൊണ്ടുപോവുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുത്തേക്ക്, അള്ളാഹുവിനെ കാണാനും മുനാജാത്ത് നടത്താനും പോവുക എന്നത് ചെറിയ വിഷയമാണോ? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചു പോയില്ലേ, അല്ലാഹുവേ എനിക്ക് ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം. അത് കഴിയൂല മൂസാ നബി അലൈഹി സ്വലാം അങ്ങേയറ്റം ആഗ്രഹിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല അതിനുള്ളൊരു അവസരം ഒരുക്കി. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹുവിനെ കാണാനുള്ള അവസരം ഒരുക്കിയപ്പോ അല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു പ്രകാശത്തിന്റെ കണിക അത് കാണുമ്പോഴേക്ക് പർവ്വതങ്ങൾ തരിപ്പണമായി പോയി. അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങനെയല്ല. അല്ലാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് ആവശ്യപ്പെട്ടതും അല്ല. അല്ലാഹു തആല സ്വീകരിച്ചനയിച്ചു കൊണ്ടുപോവുകയാണ്. അത് ചെറിയ വിഷയമാണോ, ചെറിയ സംഭവമാണോ? എന്നാൽ അത് പരാമർശിക്കുമ്പോൾ അല്ലാഹു തആല പ്രയോഗിച്ചത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അത് വലിയ സ്ഥാനമാണ്. ആ സ്ഥാനമാണ് ഇവിടെയും പറഞ്ഞ് ഖുർആൻ ഇറങ്ങുക എന്നുള്ളത് ചെറിയ വിഷയമല്ല. അല്ലാഹു തആല പറഞ്ഞില്ലേ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ പരിശുദ്ധ ഖുർആൻ ഒരു വലിയ ഉറപ്പുള്ള നല്ല ശക്തമായ ഒരു പർവ്വതത്തിന്റെ മേലെയാണ് ഇത് ഇറങ്ങിയിരുന്നതെങ്കിൽ
ആ പർവ്വതം തരിപ്പണമായി പോകുമായിരുന്നു. താങ്ങാൻ കഴിയില്ല. വഹി എന്ന് പറഞ്ഞ അത്രയും വലിയ ശക്തമായ ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജബലുൻ നൂരിൽ ഗാർ ഹിറായിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ വഹി ഇറക്കുമ്പോൾ, ആദ്യമായിട്ട് ഇറക്കുമ്പോൾ ആ അനുഭവത്തെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് നേരിട്ടത്? സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ശരീരം അത് താങ്ങാൻ കഴിയുന്നതിന്റെ അപ്പുറമാണെന്നുള്ള അനുഭവം പ്രകടിപ്പിച്ചില്ലേ? ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ അനുസ്മരിക്കുന്ന മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, ആ മഹദിയുടെ സംരക്ഷണവും തലോടലും പരിപാലനവും ലാളനയും ഒരു പിതാവിന്റെ സ്ഥാനത്ത്, ഒരു ഭർത്താവിന്റെ, ഒരു ഭാര്യയുടെ സ്ഥാനത്ത്, ഒരു ഉമ്മയുടെ സ്ഥാനത്ത്, എല്ലാ സ്ഥാനവും ഏറ്റെടുത്തിട്ട് ലോകത്തിന്റെ നേതാവിനെ ഇത്രയധികം സംരക്ഷിച്ചൊരു മഹദി ഖദീജ റളിയല്ലാഹു അൻഹായെ പോലെ വേറെ ഒരാൾ ലോകത്തുണ്ടോ? ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ സ്നേഹത്തോടെ, അതേ നബിയെ അങ്ങേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. വഹി താങ്ങാനാവാത്ത ആ വലിയ ഭാരം അതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയൂല. സുബ്ഹാനല്ലാഹ്. ആ വഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്തു. അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അതൊരു ചെറിയ ഇൻവെർട്ടർ ഓണാക്കി വെച്ചു. നിൽക്കുന്നില്ല. ഇങ്ങോട്ട് വന്നിട്ട് കേൾക്കുന്നില്ല. ജനറേറ്റർ الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ അടിമയാകുന്ന, അല്ലാഹുവിന്റെ അടിമയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു ഇറക്കി. വലം യജഅൽ ലഹു ഇവജാ. ഈ ഖുർആനിനെ ഒരു വളവോ വ്യത്യാസമോ അഭിപ്രായ വ്യത്യാസമോ പരസ്പരം എതിരാകുന്ന അവസ്ഥയോ ഒന്നും ഇല്ല. ഖുർആനിൽ ഒരു വൈരുദ്ധ്യമില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരായത്തിൽ ഇങ്ങനെ പറഞ്ഞില്ലേ, മറ്റൊരായത്തിൽ ഇങ്ങനെ പറഞ്ഞില്ലേ, രണ്ടും എതിരല്ലേ എന്ന് പറയുന്ന ഒരു വക്രീകരണം ഖുർആനിലില്ല. പരിശുദ്ധ ഖുർആനിനെ എതിർക്കുന്ന ആളുകൾ, യുക്തിവാദികൾ, സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ശ്രമങ്ങൾ ഇവിടെ നടത്തി നോക്കി, അവരെന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്തു നോക്കി. ഖുർആനിന്റെ വെല്ലുവിളിക്ക് മുന്നിൽ അങ്ങനെ ഒന്ന് കാണിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഖുർആനെ വെല്ലുവിളിച്ചതാണ്. ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഇതുപോലെ ഒരു സൂറത്ത്, ഈ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു അധ്യായം പോലെയുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. ഒരു അധ്യായം പോയിട്ട് ഒരു ആയത്ത് പോലും ഇന്ന് വരെ ഒരാൾക്കും അതുപോലത്തത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല.
ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ, ദാലികൽ കിതാബു, ഈ മഹത്തായ ഖുർആൻ, ലാ റൈബ ഫീഹി, ഇതിൽ യാതൊരു സംശയവും ഇല്ല. പരിശുദ്ധ ഖുർആന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇറക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വിധത്തിലുമുള്ള വ്യത്യാസങ്ങൾ കാണാൻ കഴിയില്ല. ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഇത് അല്ലാഹു അല്ലാത്ത വേറെ ആരിൽ നിന്നായിരുന്നുവെങ്കിൽ, അല്ലാഹു അല്ലാത്തവരിൽ നിന്നാണ് ഇത് മനുഷ്യ നിർമ്മിതമോ ആരെങ്കിലും ഉണ്ടാക്കിയതോ ആയിരുന്നുവെങ്കിൽ, ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ഇതിൽ ധാരാളം എതിരായ അഭിപ്രായങ്ങൾ, പരസ്പരം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാം ആയിരുന്നു. പക്ഷേ ഒരു വൈരുദ്ധ്യവും ഖുർആനിലില്ല. എന്തുകൊണ്ട്? ഇത് അല്ലാഹുവിൻ്റെതാണ്, അല്ലാഹുവിന്റെ കലാമാണ്, ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച അല്ലാഹുവിന്റെ കലാമാണ്, ഖദീമായ കലാമാണ്. ഖുർആൻ സൃഷ്ടിയല്ല. അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കൾ ലോകത്ത് പലതുമുണ്ട്, ആകാശവും ഭൂമിയും അതുപോലെ മനുഷ്യരും എല്ലാം ലോകത്ത് അല്ലാഹു അല്ലാത്ത സർവ്വതിനെയും അല്ലാഹു സൃഷ്ടിച്ചതാണ്. എന്നാൽ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, പിന്നെയോ അല്ലാഹുവിന്റെ കലാമാണ്. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. അപ്പൊ അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതേ, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ഇതിൽ നിങ്ങൾക്ക് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. ഇന്ന് അതാ യുക്തിവാദികൾ എത്ര കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷേ അവർക്കാർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മള് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഉമ്മമാരെ. യുക്തിവാദികളെ സംബന്ധിച്ച് പറയുമ്പോ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമ്മളെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികൾ, അവർ ഈ സ്വതന്ത്രവാദികളുടെ, ലിബറലിസ്റ്റുകളുടെ, മതനിരാസം പറയുന്ന ആളുകളുടെ, മതം വേണ്ട, നമുക്ക് മതം വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ വിദ്യാർത്ഥികളിൽ വളർന്നു വരുന്നുണ്ട്. ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. അപകടകരമായ അവസ്ഥയാണത്. എത്ര രക്ഷിതാക്കളാണ് പ്രയാസത്തിൽ, വിഷമത്തിൽ കഴിയുന്നത്. ലക്ഷങ്ങൾ സമ്പാദിച്ച് സ്വന്തം മക്കളെ കോടികൾ കൊടുത്തിട്ട്, ലക്ഷങ്ങൾ കൊടുത്തിട്ട് സീറ്റ് വാങ്ങിയിട്ട് വലിയ വലിയ ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചിട്ട്, ബാംഗ്ലൂരിലേക്കും ഡൽഹിയിലേക്കും ബോംബെയിലേക്കും എറണാകുളത്തേക്കും ഒക്കെ പറഞ്ഞയച്ച് പഠിപ്പിച്ചിട്ട്, ആ മക്കൾക്ക് വേണ്ടിയിട്ട് മണലാരണ്യത്തിൽ പോയി കഠിനാധ്വാനം ചെയ്ത് പ്രവാസികളായ പിതാക്കൾ കഠിനമായി അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കൊണ്ടുവന്ന ക്യാഷ് മുടക്കിയിട്ട് അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ട് ആ മക്കള് പിന്നെ പറയാണ്, നമ്മള് മതമൊന്നും വേണ്ട, നമ്മൾ സ്വതന്ത്രവാദികളാണ്, നമ്മൾ യുക്തിവാദികളാണ്. എത്ര ആളുകളാണ് കണ്ണുനീര് വാർക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി നൽകട്ടെ. നിങ്ങൾ നോക്കി, ഇപ്പോ വല്ലാത്ത ഒരു അപകടം പിടിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് താമരശ്ശേരിയിൽ നിന്ന് സുബ്ഹാനല്ലാഹ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഷാബാസ് എന്ന സഹപാഠിയെ ക്രൂരമായി മർദ്ദിച്ച് കൊന്നുകളഞ്ഞിരിക്കുന്നത്. 15 വയസ്സുള്ള ചെറിയ കുട്ടികൾ
എന്നിട്ട് ആ കൊന്ന കൊലപാതകത്തെ സംബന്ധിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ വോയിസ് വിടുകയാണ്. ഞാൻ അങ്ങനെ അടിച്ചു, ഇങ്ങനെ അടിച്ചു, ഞാൻ കണ്ണു കുത്തി പൊട്ടിച്ചു, ഓന്റെ കാര്യം കഴിഞ്ഞു എന്നൊക്കെ ആ ആക്രമണത്തെയും കൊലപാതകത്തെയും ന്യായീകരിച്ചതിൽ അഭിമാനം കൊണ്ട് സംസാരിക്കുകയാണ്. എവിടുന്നാണ് ഈ രൂപത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനം അവർക്ക് കിട്ടിയത്? നമ്മൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു സഹോദരനെയും നമ്മൾ ആക്രമിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെയും നമ്മൾ കൊല്ലാൻ പാടില്ല, അടിക്കാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല. ഒരു മനുഷ്യനെ കൊന്നാൽ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് മദ്രസകളിലെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ നമ്മൾ കൊന്നാൽ അവൻ കന്നമാ ഖതലന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്ന കുറ്റമാണ്. ഒരാളെ കൊന്നാല് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നുകളഞ്ഞ കുറ്റമാണ് അവന് കിട്ടുന്നത്. ഒരാളെയും കൊല്ലാൻ നമ്മളാരെയും ഏൽപ്പിച്ചിട്ടില്ല, കൊല്ലാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. കൊല്ലുകയും കൊല്ലാൻ പ്ലാൻ ചെയ്യുകയും ആ കൊന്നതിനെ ന്യായീകരിക്കുകയും അതിൽ അഭിമാനപൂർവ്വം സംസാരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എങ്ങനെ എത്തിപ്പെട്ടുപോയി? എവിടെന്നാണ് ഇവർക്ക് ഈ പ്രചോദനം കിട്ടിയത്? ആരാണ് ഇവർക്ക് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്? നമ്മൾ എല്ലാ ദിവസവും മദ്രസകളിൽ നിന്ന് അതുപോലെ ദർസുകളിൽ നിന്ന് എല്ലാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരാളെയും ഒരു ജീവികളെയും ഒരു മനുഷ്യനെ മാത്രമല്ല ഒരാളെയും ആക്രമിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും റഹ്മത്ത് ചെയ്യണം, കരുണ ചൊരിയണം. ആ കാരുണ്യത്തിന്റെ വക്താക്കളായി നിങ്ങൾ മാറണം. നിങ്ങൾ ഒരാളെയും തന്നെ ആക്രമിക്കാൻ പാടില്ല, അപായപ്പെടുത്താൻ പാടില്ല. ഇതല്ലേ നമ്മളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ബെഞ്ചിലിരിക്കുന്ന സ്വന്തം സഹോദരനെ കത്തിയെടുത്തു കുത്താൻ, കോമ്പസ് എടുത്തു കുത്താൻ, മറ്റായുധങ്ങളെടുത്ത് തല തല്ലി പൊളിക്കാൻ എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് മനസ്സ് വരുന്നത്? ആരാണ് അവർക്ക് പ്രചോദനം കൊടുത്തത്? പല പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അതാ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ കാര്യം, ഇപ്പോൾ ഇറങ്ങുന്ന ചില സിനിമകളും ചില വീഡിയോകളും ചില ചിത്രീകരണങ്ങളും നമ്മുടെ മക്കളെ മയക്കുമരുന്നിലേക്കും ഇത്തരം വലിയ കൊലപാതകങ്ങളിലേക്കും വലിയ അപകടങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ്. ഇത് നമ്മൾ ഏതെങ്കിലും ഉസ്താദുമാര് വയലു പറഞ്ഞതാണെങ്കിൽ ഇവിടെ ഒട്ടാകെ ചാനലുകാരും അതുപോലെ തന്നെ മറ്റുള്ള സാംസ്കാരിക പ്രവർത്തകന്മാരെന്ന പേരും പറഞ്ഞിട്ട് നടക്കുന്ന കുറെ ആളുകളും അവരെല്ലാം കൂടി ഒച്ചയുണ്ടാക്കുമായിരുന്നു. കാന്തപുരം ഇങ്ങനെ പറഞ്ഞു, ജിഫ്രി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഒച്ചപ്പാടും കുലുമാലായിരിക്കും ചാനലുകൾ മുഴുവൻ. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് ആർക്കും അല്ലെങ്കിൽ തന്നെ ഓറെ കുറച്ച് പേടിയാന്ന് തോന്നുന്നു എല്ലാവർക്കും. ആരും അനങ്ങുന്നില്ല. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതാണ്, ഇന്ന് ഇപ്പോൾ ഇറങ്ങുന്ന ചില സിനിമകളും ചിത്രീകരണങ്ങളും ഒക്കെയാണ് ഇത്തരം പ്രചോദനം കുട്ടികൾക്ക് കൊടുക്കുന്നത്. സിനിമകളിൽ കാണുന്ന രംഗങ്ങൾ ആരെയും എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥ. കൂട്ടമായി തല്ലിയിട്ട് ഒരാളെ കൊന്ന് മരിച്ചുപോയാല് കേസ് ഉണ്ടാവില്ല, കൂട്ടത്തല്ലിൽ മരിച്ചാൽ കേസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോന്നായി കൊന്ന കുട്ടികൾപ്പെട്ട ഒരുത്തൻ മറ്റൊരുത്തനോട് പറയുന്നത്. അവരുടെ വോയിസ് എല്ലാ മീഡിയകളിലും വന്നു. നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. ബുദ്ധി വെച്ച് വരുന്ന ലോകത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് പരിചയമില്ലാത്ത അത്തരം ആളുകൾ ആ കുട്ടികളെയൊക്കെ അവരുടെ ആ മയക്കുമരുന്നിന്റെ ലോകത്തേക്ക്, അല്ലെങ്കിൽ സ്വതന്ത്രവാദത്തിന്റെ ലോകത്തേക്ക്, അല്ലെങ്കിൽ ഈ യുക്തിവാദത്തിന്റെ വഴിയിലേക്ക് അവർ വിളിച്ചു കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് പിന്നെ അമ്മയാര്, ഉമ്മയാര്, പെങ്ങളാര്, അച്ഛനാര്, ബാപ്പയാര്, സഹോദരനാര്,
കുടുംബബന്ധത്തിന് എന്ത് വില, ജീവിതത്തിന് എന്ത് വില, അയൽവാസിക്ക് എന്ത് വില, നാട്ടുകാർക്ക് എന്ത് വില, മുതിർന്നവർക്ക് നമ്മളെക്കാൾ മുതിർന്ന ആളുകളെ ബഹുമാനിക്കണമെന്ന് പറയുമ്പോ ഇപ്പോ കുട്ടികൾ പറയും നമ്മൾ മദ്രസയിൽ പഠിച്ച എന്താ, മൂത്തവരെ ബഹുമാനിക്കുക, ഇളയവരോട് സ്നേഹം കാണിക്കുക. അത് നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ അവര് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ അവരെ ബഹുമാനിക്കുക. ഇന്നലെ ഒരു അധ്യാപിക വളരെ വേദനയോടെ പറഞ്ഞില്ലേ, ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളതുപോലെയുള്ള കഠിനമായ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്ന് അവരാവശ്യപ്പെടുകയുണ്ടായി. കാരണം എന്താ, ഇന്ന് ടീച്ചർമാര്, അധ്യാപകന്മാർ, അവര് സ്കൂളുകളിൽ കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ നിങ്ങൾ ആരിത് പറയാ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവകാശങ്ങളുണ്ട്, മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്നാണ് ചില വിദ്യാർത്ഥി സംഘടനകൾ തന്നെ മുദ്രാവാക്യമായി പഠിപ്പിച്ചു കൊടുത്തത്. ഞങ്ങളെ ശരീരം ഞങ്ങളെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾ ആരെയും കൊല്ലും, ഞങ്ങൾ ആരെയും അടിക്കും. അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു അധ്യാപകനും അധികാരമില്ല, ഒരു അധ്യാപികക്കും അവകാശമില്ല, ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് സ്വതന്ത്രവാദം പഠിപ്പിച്ചു കൊടുത്ത ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായോ എന്നറിയില്ല. കുട്ടികൾ വാദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഈ ആശയങ്ങൾ തലയിലേക്ക് കയറി. അതുകൊണ്ട് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക. ഒരു സിനിമ കണ്ട് ഇറങ്ങി വന്നാൽ ആ സിനിമയിൽ എന്താണോ കാട്ടിക്കൂട്ടിയത് അത് നമ്മളും ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, സ്വന്തം ഉമ്മാമയെ, സ്വന്തം ഉമ്മയെ, സ്വന്തം ഉപ്പയുടെ ജ്യേഷ്ഠനെ, സ്വന്തം അനുജനെ, കൂടപ്പിറപ്പുകളായ സ്വന്തം രക്തത്തിൽ പിറന്ന ആളുകളെ എന്തൊരു നിഷ്ഠൂരമായിട്ടാണ് 21 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞത്. കണ്ണുകൾ ചുഴ്ന്നെടുക്കപ്പെട്ട അവസ്ഥയിൽ, തലയോട്ടി പൊട്ടി ചിതറിപ്പോയ അവസ്ഥയിൽ, സുബ്ഹാന ജല്ല ജലാലു, നമ്മൾ ഒരിക്കലും ഊഹിക്കാൻ, ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കൊലപാതകങ്ങൾ. എങ്ങനെ ധൈര്യം വരുന്നു, എങ്ങനെ കയ്യിൽ ആയുധമെടുക്കാനുള്ള ധൈര്യം വരുന്നു? ആ ധൈര്യമൊക്കെ കൊടുക്കുന്നത് യുക്തിവാദികളും സ്വതന്ത്രവാദികളും നിരീശ്വരവാദികളും എല്ലാം ചെയ്യാമെന്നുള്ള, ഇവിടെ ഒരു നിയന്ത്രണവും വേണ്ട, മതത്തിന്റെ നിയന്ത്രണം വേണ്ട എന്നെല്ലാം വാദിക്കുന്ന ആളുകളല്ലേ. അല്ലാഹു തആല നമ്മുടെ എല്ലാ മക്കൾക്കും നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും അല്ലാഹു കാവൽ നൽകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ലോകത്തെ ആളുകളെ നയിച്ചത് നന്മയിലേക്കാണ്, നേർമാർഗത്തിലേക്കാണ്. വലം യജ്അൽ ലഹു ഇവജാ, ആ ഖുർആനിൽ ഒരു തരത്തിലുമുള്ള വൈരുദ്ധ്യങ്ങളില്ല, അല്ലെങ്കിൽ ആളുകളെ വേണ്ട തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ആശയങ്ങൾ ഖുർആനിലില്ല. ഖൈമാ, മുസ്തഖീമായ ആശയങ്ങൾ മാത്രമാണ് ഖുർആനിലുള്ളത്. ആളുകളെ നന്മയിലേക്ക് നയിക്കുന്ന ആശയങ്ങൾ, ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആശയങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാൾ പാരായണം ചെയ്താൽ അവർക്ക് ലഭിക്കുന്നത് എന്താണ്? എങ്ങനെ ജീവിക്കണമെന്നാണ്, എങ്ങനെ സംസാരിക്കണമെന്നാണ്, എങ്ങനെ ഇവിടെ ആളുകളോട് പെരുമാറണമെന്നാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ മഹദി അവറുകളോട് ചോദിച്ചല്ലോ, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞതെന്താ? കാന ഖുലുഖുഹു ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. ഖുർആനായിരുന്നു. പരിശുദ്ധമായ ഖുർആന് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ജീവിതത്തിന് ആവശ്യമായ സർവ്വ പാഠങ്ങളും നൽകുന്ന മഹോന്നതമായ ഗ്രന്ഥമാണ്. ഖുർആനിൽ പറയാത്ത കാര്യങ്ങളായി ഇവിടെ ഒന്നുമില്ല. ഖുർആൻ പ്രവചിക്കാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല. ലോകത്തെ ഇപ്പോൾ എത്രയോ കണ്ടുപിടുത്തങ്ങൾ നടന്നില്ലേ?
എത്രയെത്ര കണ്ടുപിടുത്തങ്ങൾ പുതിയ കാര്യങ്ങൾ വന്നാലും ഖുർആനിന്റെ മുന്നിൽ അതൊന്നും അത്ഭുതം അല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ഇന്നലെ ഞാൻ കുവൈറ്റിലുള്ള ഒരു സഹോദരനുമായി നേരിട്ട് സംസാരിച്ചു. അയാൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവാണ്. ഞാൻ ഇവിടെ ഓഫീസിലിരിക്കുന്നു, അയാൾ വണ്ടി ഓടിച്ച് മാർക്കറ്റിലേക്ക് പോകുന്നു. നമ്മള് ഒരേ സമയം അയാൾ മാർക്കറ്റിലേക്ക് പോകുന്നു, അതേ സമയം നേരിട്ട് ഇങ്ങനെ സംസാരിക്കാം. അയാളുടെ സംസാരം കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങൾക്കാർക്കെങ്കിലും എന്താ അത്ഭുതമുണ്ടോ? അതിപ്പോ ഇന്നലെ ഞാനും എന്റെ മോനെ വിളിച്ചില്ലേ എന്ന് പറയും. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാര് പറയും, ഇന്നലെ രാത്രി ഞാനും എന്റെ മോനെ വിളിച്ചില്ലേ, മോൻ ഖത്തർ തന്നെ വീഡിയോ കോളിൽ വിളിച്ചിക്കല്ലോ. ഒരു അത്ഭുതം ഇല്ലാലോ? ഇല്ല. ഒരു 30 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 20 കൊല്ലം മുമ്പ് ഈ വിഷയം പറഞ്ഞ ഇങ്ങളെ മോന, ദുബായിലുള്ള ഇങ്ങളെ മോനെ ഇങ്ങൾക്ക് ഇപ്പം കാണാം. ഇപ്പം കാണാന്ന് പറഞ്ഞാല് എന്തോ പറ്റിയിട്ടുണ്ട് ഇവനിക്ക്. ആ പറഞ്ഞവനെ കൊണ്ട് പറയും ഇവനിക്ക് എന്തോ പറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറയും. അന്ന് അതൊരു അത്ഭുതമായിരുന്നു, ഇന്ന് അതൊരു അത്ഭുതമല്ല. ഇങ്ങനെ പല കാര്യങ്ങളും ലോകത്ത് വരും. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ മുന്നിൽ അതൊന്നും ഒരു അത്ഭുതമല്ല. ഖുർആൻ ആദ്യമേ പറഞ്ഞു വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അല്ലാഹു തആല ഇവിടെ സൃഷ്ടിക്കും മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തതിനെ അല്ലാഹു തആല സൃഷ്ടിക്കും. അപ്പോൾ നമ്മുടെ മുൻഗാമികൾക്ക് അറിയാത്ത പലതും അല്ലാഹു ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ചു, പടച്ചു. മൊബൈൽ ഫോൺ പടച്ചു, അതുപോലെ വിമാനം, മറ്റു വാഹനങ്ങൾ, വളരെ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ, ഇതെല്ലാം അല്ലാഹു തആല ഇവിടെ സൃഷ്ടിച്ചു. എന്നാൽ മുമ്പുള്ള 100 കൊല്ലം മുമ്പുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് ഊഹിക്കാൻ തന്നെ കഴിയുമായിരുന്നില്ല, മോട്ടോർ വാഹനങ്ങളെ സംബന്ധിച്ച്. ഇന്നതെല്ലാം വന്നു. എന്നാൽ ഇനി നമ്മളിപ്പോൾ കാണുന്നതൊന്നുമല്ല, ലോകത്തിന് വരാനിരിക്കുന്ന പല അത്ഭുതങ്ങളുമുണ്ട്. ആ അത്ഭുതങ്ങൾ പലതും ഇനിയും വരും. എന്നാൽ അപ്പോഴും ഖുർആൻ ഇവിടെ ഉണ്ടാകുമല്ലോ. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഈ വിശുദ്ധമായ ഖുർആനിനെ നമ്മളാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഇതിനെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുന്നത് തന്നെയാണ്. അത് അല്ലാഹു തആല തന്നെ സംരക്ഷിക്കും. ഇവിടെ ലോകത്തുള്ള എല്ലാ ഖുർആനിന്റെ മുസ്ഹഫുകളും എല്ലാം എടുത്തിട്ട് ഏതെങ്കിലും കക്ഷികൾ നശിപ്പിച്ച് കളഞ്ഞാൽ അത് തന്നെ ഉടനെ തന്നെ അത് മുസ്ഹഫിലായി പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ മനപ്പാഠം 30 ജുസും മനപ്പാഠമുള്ള എത്രയോ ആളുകൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളെയും പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുന്ന മക്കളാക്കി മാറ്റാൻ ഉമ്മമാരെ, രക്ഷിതാക്കളെ, അവസരമുള്ളവർ, സാഹചര്യമുള്ളവർ നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ നാട്ടിലുള്ള എത്രയോ മക്കൾ ഹിഫ്ളിന് പഠിക്കുന്ന മക്കളുണ്ട്. അവർക്കെല്ലാം അത് പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ ഭാഗ്യമാണത്. ഇതാ ഇന്ന് നമ്മുടെ മക്കളെ അവസ്ഥ നമ്മൾ കാണുന്നില്ലേ? സ്വന്തം സഹപാഠിയെ കുത്തി മലർത്തുന്ന മക്കൾ, സ്വന്തം സഹപാഠിയുടെ തലയോട്ടി അടിച്ചു പൊട്ടിക്കുന്ന മക്കൾ, മയക്കുമരുന്നിന്റെ പിടിയിലമർന്നിട്ട് അതാ ജീവിതം നശിപ്പിച്ചു കളയുന്ന മക്കൾ. സുബ്ഹാനല്ലാഹ്. അതേ സമയം നമ്മുടെ മക്കൾ പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുന്നവരും അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്നവരും കിതാബ് പഠിക്കുന്നവരും അല്ലാഹുവിനെ കുറിച്ചറിയുന്നവരും മുത്തുനബിയെ കുറിച്ചറിയുന്നവരും എല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം നീക്കിവെക്കുന്നവരുമായി നമ്മുടെ മക്കൾ മാറുന്നുണ്ടോ? അത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയം ലഭിക്കുന്ന കാര്യമാണ്. അല്ലാഹു നമ്മുടെ എല്ലാ മക്കളെയും സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അതുകൊണ്ട് ഖുർആൻ മനപ്പാഠമാക്കുക എന്നത് ചെറിയ
കാര്യമല്ല. ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ അതാ അവന് മാത്രമല്ല അതിന്റെ പുണ്യം കിട്ടുന്നത്. മൻ ഖറഅൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെ പഠിക്കുകയും ഓതുകയും അത് ജീവിതത്തിൽ പകർത്തുകയും വഅമില ബിമാ ഫീഹി, ആ ഖുർആനിലുള്ളതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുമ്പോൾ ഉൽബിസ വാലിദുഹു യൗമൽ ഖിയാമത്തി താജാ, അവന്റെ മാതാപിതാക്കൾക്ക് നാളെ പരലോകത്ത് കിരീടം നൽകപ്പെടുന്നു. സൂര്യന്റെ ശോഭയേക്കാൾ, സൂര്യന്റെ പ്രകാശത്തേക്കാൾ തിളക്കമുള്ള നല്ല കിരീടം അവർക്ക് ലഭിക്കുന്നു, അവർക്ക് ധരിപ്പിക്കപ്പെടുന്നു. ആർക്ക്? പരിശുദ്ധ ഖുർആൻ പഠിച്ച മക്കളുടെ ബാപ്പമാർക്ക്, പരിശുദ്ധ ഖുർആൻ പഠിച്ച മക്കളുടെ ഉമ്മമാർക്കും അല്ലാഹു തആല നൽകുന്ന സൗഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനിന്റെ ഇൽമു പഠിക്കാനും പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അതിനു വേണ്ടി അവരുടെ ജീവിതം ഉപയോഗപ്പെടുത്താനും നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരൊറ്റ മാസം നമ്മൾ എടുത്തു നോക്കിയാൽ, ഈ ഒരൊറ്റ മാസത്തിന്റെ ഉള്ളിൽ കേരളത്തിൽ എത്ര ഉമ്മമാരാണ് കൊല്ലപ്പെട്ടു പോയത്, എത്ര ഉപ്പമാരാണ് കൊല്ലപ്പെട്ടു പോയത്, എത്ര ആളുകളാണ് ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയരായത്. അവരെ കൊന്നതോ ആക്രമിച്ചതോ അയൽവാസികളല്ല, നാട്ടുകാരല്ല, വേറെ ഏതെങ്കിലും നാട്ടിലുള്ളവരല്ല, നൊന്തുപറ്റ സ്വന്തം മക്കൾ തന്നെ. താമരശ്ശേരിയിലുള്ള ഒരു ഉമ്മയെ കൊന്നുകളഞ്ഞു. എന്നെ പറ്റതിന്റെ കുറ്റമാണ്, കൂലിയാണ് ഞാൻ ആ ഉമ്മാക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. മലപ്പുറത്ത് നിന്ന് അതേ 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ കൊന്നുകളഞ്ഞു. അല്ലാഹു തആല എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ഇവിടെ നടത്തുന്നത്. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, നമ്മുടെ മക്കൾ നന്നാകാൻ. ഒരു ഉസ്താദ് എനിക്ക് തന്ന ഉപദേശം ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ എന്തിനു വേണ്ടി അധ്വാനിച്ചിട്ടും കാര്യമില്ല. നമ്മൾ നാട്ടുകാരെ നന്നാക്കാനും അല്ലെങ്കിൽ അതാ ലോകത്ത് മുഴുവനും നന്നാക്കാനും അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്താനും ധാരാളം ദീനീ പ്രവർത്തനങ്ങൾ നടത്താനും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് കാര്യമില്ല. ആദ്യം നമ്മുടെ കുടുംബത്തെ, സ്വന്തം മക്കളെ, ആ സ്വന്തം മക്കളെ ഏറ്റവും നല്ല മക്കളാക്കി വളർത്തിയെടുക്കാൻ ഒരു പിതാവ് അധ്വാനിക്കണം. അതിനാണ് ഏറ്റവും വലിയ സമയം കണ്ടെത്തേണ്ടത്. അല്ലാഹു തആല നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന കാരണം കൊണ്ട് നമ്മുടെ മക്കളെയും സ്വാലിഹീങ്ങളായ മക്കളാക്കി തരട്ടെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ മക്കളെയും, ഈ സദസ്സിലുള്ള ഓരോ രക്ഷിതാക്കളുടെ മക്കളെയും യാ അല്ലാഹ്, നിന്നെ പേടിച്ചു ജീവിക്കുന്ന, പരലോകത്തെ കുറിച്ച് ചിന്തിക്കുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന സന്താനങ്ങളായി നീ മാറ്റണേ അല്ലാഹ്. വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആൻ ഇവിടെ ആരെയും തിന്മയിലേക്ക് കൊണ്ടുവരുന്നില്ല, തിന്മയിലേക്ക് നയിച്ചിട്ടില്ല. ഖയ്യിമൻ, എല്ലാ ആളുകളെയും നന്മയിലേക്ക് വഴി നടത്തുന്ന, എല്ലാവർക്കും നേർമാർഗം പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിലാണ് പരിശുദ്ധ ഖുർആൻ. യുക്തിവാദികളും നിരീശ്വരവാദികളും എല്ലാം നിരന്തരമായി പരിശുദ്ധ ഖുർആനിനെ ആക്ഷേപിച്ചുകൊണ്ട് ആശയങ്ങളെ വക്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഖുർആൻ അർത്ഥശങ്കക്കിടവില്ലാത്ത വിധം പറയുകയാണ്, വലം യജ്അൽ ലഹു ഇവജാ. ഈ ഖുർആനിൽ ഒരു വൈരുദ്ധ്യവും കാണിക്കാൻ കഴിയില്ല, ഒരു വഴികേടും കാണിക്കാൻ കഴിയില്ല. ഇവിടെ ഖുർആൻ ആരെങ്കിലും തെറ്റിലേക്ക് നയിച്ചതായി കാണിക്കാൻ കഴിയില്ല. ലോകത്ത് മുഴുവനും നന്മയാണ് ഖുർആൻ പ്രസരണം ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.
ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വചനങ്ങളിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഇൻഷാ അല്ലാഹ് 100 ദിക്റുകൾ ചൊല്ലി ഇന്നലെ നമ്മൾ ദുആ ചെയ്തു. ഇന്നും ഇൻഷാ അല്ലാഹ് 100 ദിക്ർ, 33 ഇസ്തിഗ്ഫാർ, 33 തഹ്ലീൽ, 33 സ്വലാത്ത്, ഇങ്ങനെ 100 ദിക്റുകൾ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഇന്ന് ഒരു സഹോദരൻ, ഞാൻ അദ്ദേഹത്തിന് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ വോയിസിലൂടെ പറഞ്ഞിരിക്കുന്നത്, ഗൾഫിൽ വളരെ ഒരു കുടുക്കിൽപ്പെട്ട് ട്രാവൽ ബാൻഡ് ആയി നാട്ടിലൊന്നും വരാൻ കഴിയാത്ത അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഹംസ എന്ന പേരുള്ള ആ സഹോദരൻ, അല്ലാഹുവേ നീ അദ്ദേഹത്തിന് സലാമത്ത് നൽകണേ റഹ്മാനെ. അതുപോലെ ഇന്നത്തെ ഈ സദസ്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ പാനൂരിലുള്ള ഫാറൂഖ് എന്ന സഹോദരൻ ഒരു ദിവസത്തെ ചെലവ് എല്ലാ കൊല്ലവും നൽകുന്നതാണ്. ഈ കൊല്ലവും നൽകാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്, അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു സഹപാഠി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് മഹ്മൂദ് സാഹിബ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അതുപോലെ പാനൂരിൽ തന്നെയുള്ള മൊയ്തു എന്ന് പറയുന്ന സഹോദരൻ, ചെണ്ടയാടുള്ള മൊയ്തു എന്ന സഹോദരൻ ഒരു ദിവസത്തെ ചെലവ് കഴിഞ്ഞ 4 കൊല്ലവും നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ കൊല്ലവും നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, ആ പിതാവിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകൾ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. അതുപോലെ ഷക്കീർ എന്ന ഒരു സഹോദരൻ, അതും പാനൂരിൽ തന്നെയുള്ളതാണ്. ഷക്കീർ എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൾ 13 വയസ്സുള്ള കുട്ടി ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു പോയി. കുറെ ചികിത്സയൊക്കെ നടത്തി കഴിഞ്ഞ മാസം മരിച്ചുപോയി. ആ കുട്ടിയുടെ പേരിൽ ദുആ ചെയ്യാനും അതുപോലെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കെല്ലാം ദുആ ചെയ്യാനും പറഞ്ഞുകൊണ്ടാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ആ മരിച്ചുപോയ ആ ചെറിയ 13 വയസ്സുള്ള ആ കുട്ടിയുടെ ഖബർ സ്വർഗീയ പൂങ്കാവനമായി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ഇന്നലെ നമുക്ക് നമ്മുടെ ഈ പുതിയ ബിൽഡിങ്ങിന്റെ ക്യാൻറ്റീനും അതുപോലെ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് റൂമും ഒക്കെ ആയി നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ മുന്നിൽ കാണുന്ന ആ പുതിയ ബിൽഡിങ്ങിന്റെ പണി എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തിയാക്കണം. അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ആഴ്ച അഭിവന്യരായ പേരോട് ഉസ്താദിനെ സമീപിച്ച് ഇവിടെ നിന്നുള്ള 10-15 ആളുകൾ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു, ദുആ ചെയ്യിപ്പിച്ചു. ഉസ്താദ് ബറക്കത്തിന് വേണ്ടി ഒരു 500 രൂപ ഏൽപ്പിച്ച്, ഇനി ആൾക്കാരോടെല്ലാം ചോദിച്ചോ, എന്നിട്ട് വേഗം പൂർത്തിയായിക്കോ എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 10ാം വാർഷിക സമ്മേളനം നടത്തണം. അത് ഇൻഷാ അല്ലാഹ്
മെയ് മാസത്തിൽ ഉസ്താദ് തന്നെ വരാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 500 രൂപ വാങ്ങിയത് കൊണ്ട് ഇനി ഇത് പെട്ടെന്ന് പൂർത്തിയാക്കൽ നിർബന്ധവുമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ അതിന്റെ കാര്യവും ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ നോമ്പിന് നമ്മൾ 6000 രൂപ ഏകദേശം ഒരു 300 ആളുകൾ 6000 രൂപ തന്നാലാണ് അടുത്ത നോമ്പ് വരെ നമുക്ക് ഇവിടെ എല്ലാ ചെലവും നടത്താൻ കഴിയൂ. അത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 300 ആളുകൾ തന്നിട്ടില്ലെങ്കിലും അതിന്റെ ഇടയിൽ പിന്നെയും പലരോടും പറയുമല്ലോ, ഇങ്ങനെ നമ്മളെ കാര്യങ്ങൾ കടം ഇല്ലാതെ അല്ലാഹു തആല മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. അതിന്റെ ഇടയിൽ ഇപ്പോ നമുക്ക് മെയ് ആകുമ്പോഴേക്ക് ഈ പുതിയ ബിൽഡിങ്ങിന്റെ പണിയും പൂർത്തിയാക്കണം. ഇന്നലെ അൽഹംദുലില്ലാ നമ്മുടെ ഇടയിൽ തന്നെയുള്ള പ്രിയപ്പെട്ട ഒരാൾ അതിനുവേണ്ടി വലിയ ഒരു സംഖ്യ നൽകിയിരിക്കുകയാണ്. റഹ്മാനായ അല്ലാഹ് അവരുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്ന